നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതോടുകൂടി ലോകം സമാധാനത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അതായത് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാൻ തടസ്സപ്പെടുത്തിയിരുന്നു. അതുവഴി കടന്നുപോയാൽ കപ്പലുകൾ കത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതുവഴിയുള്ള ഗതാഗതത്തിന് വലിയ തടസ്സം നേരിട്ടിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലോകമെമ്പാടുമുള്ള അസംസ്കൃത എണ്ണ നീക്കത്തിൻ്റെയും അതുപോലെ തന്നെ പാചകവാതകത്തിൻ്റെയും 20% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോയിരുന്നത്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ ഗതാഗത പ്രതിസന്ധി ലോകമെമ്പാടും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ആ പ്രതിസന്ധി ഒഴിവായി എന്നതാണ് ലോകരാജ്യങ്ങളെ സന്തോഷിപ്പിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ വെടിനിർത്തലിൻ്റെ ഭാഗമാണ് ഇറാൻ്റെ സഖ്യകക്ഷികളുമായിട്ടുള്ള വെടിനിർത്തൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെബനനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ വന്നത്. ഈ 10 ദിവസത്തെ വെടിനിർത്തൽ വന്നതോടുകൂടി ഇറാൻ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം മാറ്റുകയായിരുന്നു. ഇനി ഹോർമൂസിലൂടെ ആർക്ക് വേണമെങ്കിലും കടന്നു പോകാം എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ ഇറാൻ്റെ അധികൃതർ പറയുന്ന പാതയിലൂടെ വേണം കടന്നു പോകാൻ. കാരണം മറ്റിടങ്ങളിലെല്ലാം മൈനുകൾ പാകിയിട്ടുണ്ട്. മൈനുകൾ ഒരു പാതയിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് കഴിഞ്ഞ ദിവസം ഇറാനും അമേരിക്കയും സംയുക്തമായി ശ്രമിക്കുക പോലും ചെയ്തിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് നമ്മുടെ ഇന്ത്യയെ അടക്കം ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു വാർത്ത വരുന്നത്. അതായത് ഇറാൻ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ കാരണം അമേരിക്കൻ ഉപരോധം തുടരുന്നത് കൊണ്ടാണ്. അമേരിക്കൻ ഉപരോധം നിർത്താത്തത് കാരണം അമേരിക്ക ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു, ഹോർമൂസ് കടലിടുക്ക് തുറന്നാൽ ഈ ഉപരോധം പിൻവലിക്കാമെന്ന്. പക്ഷേ അമേരിക്ക അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അമേരിക്ക ഇപ്പോഴും ഇറാൻ തുറമുഖങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെയും ഇറാൻ തുറമുഖത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകളെയും തടയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയാണ്. ഇനി കൃത്യമായി IRGC ഈ നിയന്ത്രണം, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. IRGCയുടെ അനുമതിയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ, IRGCയുടെ കർശനമായ പരിശോധനകൾക്ക് ശേഷം, ടോൾ നൽകിയതിന് ശേഷം മാത്രമേ ഈ കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെയോ കപ്പൽ ഗതാഗതം തീർത്തും അസാധ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആ സന്തോഷം നിലനിന്നുള്ളൂ. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഓരോരോ ഡെവലപ്മെൻറ്റ്സിനും വലിയ ആയുസ് ഉണ്ടാകുന്നില്ല. മാറി മറിയുകയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നുവെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധം തുടരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്ക ഇപ്പോഴും ഉപരോധം തുടരുക തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ തീർച്ചയായും ഇറാൻ സഹകരിക്കണം. അതിനുശേഷം പൂർണ്ണമായ ഒരു ഉടമ്പടി അമേരിക്കയുമായി ഉണ്ടാക്കണം. ഒരു സമാധാന ഉടമ്പടി, പൂർണ്ണമായ സമാധാന ഉടമ്പടി ഉണ്ടാക്കണം. ഇപ്പോൾ നിലവിലുള്ള വെടിനിർത്തൽ ഈ 22 വരെ താൽക്കാലിക വെടിനിർത്തലാണ്. ഈ വെടിനിർത്തലിന് ശേഷം ഒരു ശാശ്വതമായ ഒരു സമാധാന കരാർ ഉണ്ടാകണം എന്ന് അമേരിക്ക പറയുന്നു. അതുവരെ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെ ഉപരോധിക്കും എന്ന് അമേരിക്ക നിലപാടെടുക്കുന്നു. അതോടുകൂടി ലോകത്ത് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നു. വീണ്ടും ഇതാ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള കപ്പലുകൾ അത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ കടത്തിവിടും. കാരണം ഇതെല്ലാം സൗഹൃദ രാജ്യങ്ങളാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ള കപ്പലുകൾക്ക് ഇതുവഴി കടന്നു പോകാൻ പ്രയാസമുണ്ടാകും. അത്തരം കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ ആ കപ്പലുകളെ കത്തിക്കും എന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വെടിനിർത്തൽ നിലനിൽക്കുകയാണ്. ലെബനനിൽ വെടിനിർത്തൽ നിലവിൽ വന്ന് കഴിഞ്ഞു. അവിടെ അങ്ങിങ്ങ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ലെബനോൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ അത് വളരെ കൃത്യമായി തന്നെ നടന്നു പോവുകയാണ്.
പക്ഷേ 22-ാം തീയതിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഇപ്പോഴും ഉയരുകയാണ്. നേരത്തെ തന്നെ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോവുകയാണ് എന്ന് എല്ലാവരും വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട് എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ കീഴ്മേൽ മറിയാം, അതുകൊണ്ട് അവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടൂ എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇന്ത്യ നേരത്തെ മുന്നിൽ കണ്ടിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ മാറി മറിയുകയാണ് സാഹചര്യങ്ങൾ. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. അമേരിക്കൻ ഉപരോധം തുടരുന്നു. അമേരിക്കയ്ക്ക് വഴങ്ങി സമാധാന കരാറിൽ ഒപ്പിടാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടുമില്ല. അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇറാന് ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ നമ്മളെ അനുവദിക്കണം, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാനാണ് എന്ന് വ്യക്തമായി അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് അനുവദിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. ഹോർമൂസ് കടലിടുക്ക് അത് എല്ലാവർക്കും വേണ്ടി തുറക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ അധികാരം ഇറാന് വേണം എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതും അമേരിക്ക അനുവദിച്ചു കൊടുക്കാൻ ഒരുക്കമല്ല. മൂന്നാമത്തെ കാര്യം ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അല്ലെങ്കിൽ അവർ സംയുക്തമായി വളരെ കർശനമായ ആക്രമണം അല്ലെങ്കിൽ വളരെ ശക്തമായ ആക്രമണമാണ് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത്. ഈ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടം ഇറാൻ ഉണ്ടായിട്ടുണ്ട്. ഈ നാശനഷ്ടം പരിഹരിക്കുന്നതിനായി വൻ തുകയാണ് അമേരിക്കയിൽ നിന്ന് ഇറാൻ ആവശ്യപ്പെടുന്നത്. ആ നഷ്ടപരിഹാരം നൽകാനും ഇപ്പോൾ അമേരിക്ക തയ്യാറല്ല. കാരണം വലിയ തുക ചെലവഴിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധം നടത്തുന്നത്. യുദ്ധത്തിന് അമേരിക്കയ്ക്കും ചിലവുണ്ട്. അമേരിക്ക മാത്രമല്ല, ഈ ഇറാൻ പ്രതികാരം നടത്തുന്നത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിൽക്കാണ്. ഇറാൻ ഒരു മിസൈൽ ആക്രമണം നടത്താൻ ഒരു ചിലവുണ്ട്. ആ ആക്രമണം നടത്തുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ചിലവാണ് ഈ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, UAE പോലെയുള്ള രാജ്യങ്ങൾക്കെല്ലാം എപ്പോഴും ഈ ഇറാൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുകയും ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുകയും വേണം. മാത്രമല്ല എണ്ണ വ്യാപാരം അത് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലാകുമ്പോൾ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെ കൃത്യമായി ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സമാധാന കരാറിലേക്ക് പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ്റെ തുറമുഖങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ തുറമുഖങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ ഇറാന് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയും കണക്ക് കൂട്ടുന്നു. കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയുകയാണ്. പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്.